ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ 3 ആഴ്ച കൂടി തുടരും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം US വിജയിച്ചു കഴിഞ്ഞു. ഇറാനെ സൈനികമായി തകർത്തുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. അമേരിക്കയുമായി ധാരണയിലെത്താൻ തയ്യാറായില്ല എങ്കിൽ ഇറാനെ ശിലായുഗത്തിന് സമാനമായ അവസ്ഥയിൽ എത്തിക്കുമെന്നും പ്രസിഡന്റ് ഭീഷണി മുഴക്കി. We are in this military operation so powerful, so brilliant against one of the most powerful countries for 32 days. And the country has been eviscerated and essentially is really no longer a threat. They were the bully of the Middle East, but they're the bully no longer. This is a true investment in your children and your grandchildren's future. The whole world is watching and they can't leave the power, strength, and brilliance. They just can't believe what they're seeing. They leave it to your imagination, but they can't believe what they're seeing. The brilliance of the United States military. Tonight, every American can look forward to a day when we are finally free from the wickedness of Iranian aggression and the specter of nuclear blackmail. Because of the actions we have taken, we are on the cusp of ending Iran's sinister threat to America and the world. And I'll tell you, the world is watching. And when we do, when it's all over, the United States will be safer, stronger, more prosperous, and greater than it has ever been before. May God bless the men and women of the United States Armed Forces, and may God bless. അതേസമയം അമേരിക്കയുടെ ആക്രമണങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ല എന്നാണ് ഇറാന്റെ മറുപടി. അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജയ്, ഈ യുദ്ധം അവസാനിക്കുന്നില്ല, മറിച്ച് യുദ്ധം തുടരുക തന്നെ എന്നതാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന പ്രതികരണം. അത്തരം ആക്രമണങ്ങളെ വെച്ചുപൊറുപ്പിക്കില്ല എന്ന് ഇറാനും മറുപടി നൽകുമ്പോൾ സംഘർഷം ഇനിയും രൂക്ഷമാകും എന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോൾ 19 മിനിറ്റ് നീണ്ടുനിന്ന ട്രംപിൻ്റെ പ്രസംഗത്തിൽ ഒന്നും തന്നെ ഈ യുദ്ധം അവസാനിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള സൂചനകൾ അദ്ദേഹം നൽകുന്നില്ല. പകരം ഈ യുദ്ധം ഒരു 3 ആഴ്ച കൂടി നീളും എന്ന് തന്നെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അതായത് ഇപ്പോൾ ഈ യുദ്ധം അമേരിക്ക വിജയിച്ചു കഴിഞ്ഞു. മുൻപുണ്ടായ പല യുദ്ധങ്ങളും വർഷങ്ങളോളം നീണ്ടു നിന്നതാണ്. അതായത് വിയറ്റ്നാം യുദ്ധം 19 വർഷം നീണ്ടു നിന്നു. അതുപോലെ ഇറാഖിനെതിരെയുള്ള അമേരിക്കയുടെ യുദ്ധം 8 വർഷം നീണ്ടതാണ്. ലോകമഹായുദ്ധങ്ങൾ 5-6 വർഷങ്ങൾ നീണ്ടുനിന്നു. എന്നാൽ ഇറാനെതിരെയുള്ള അമേരിക്കയുടെ നിലവിലെ പോരാട്ടം വെറും 32 ദിവസങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ അമേരിക്ക പൂർണ്ണമായിട്ടും വിജയം കൈവരിച്ച് കഴിഞ്ഞു എന്നതാണ് ട്രംപിന്റെ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത്. അമേരിക്ക ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഇറാനിൽ നടന്നു കഴിഞ്ഞു. ഇറാന്റെ നേതൃനിരയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിച്ചു. ഇതിലൂടെ അവിടെ ഒരു ഭരണമാറ്റം വന്നു. അതുപോലെ ഇറാന്റെ എല്ലാവിധ മിസൈൽ ഫെസിലിറ്റികളും തങ്ങൾ നശിപ്പിച്ചു. ആണവ സംവിധാനങ്ങളെ B-2 ബോംബറുകൾ ഉപയോഗിച്ച് തകർത്തു. സൈനിക പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം ഞങ്ങൾ നിഷ്പ്രഭമാക്കി എന്നെല്ലാമാണ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ എടുത്തു പറയുന്നത് ഇറാനുമായി ഒരു കരാറിലെത്താനുള്ള ചർച്ചകൾ തങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അമേരിക്കയുമായി ധാരണയിലെത്താൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും. ഇറാനെ ശിലായുഗത്തിന് സമാനമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്ന് എല്ലാം അദ്ദേഹം ഭീഷണിയും മുഴക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ഇറാന്റെ പവർ പ്ലാന്റുകളെ തങ്ങൾ ആക്രമിക്കുന്നില്ല. ഇറാൻ ഒരു കരാറിലെത്താതെ വന്നാൽ തങ്ങൾ പവർ പ്ലാന്റുകളെയും ലക്ഷ്യമിടും എന്നതാണ് ട്രംപ് പറയുന്നത്. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിന്റെ കാര്യത്തിൽ ട്രംപ് കൈകഴുകി അതിൽ നിന്ന് ഒന്ന് പിന്മാറുന്ന അവസ്ഥയുമുണ്ട്. അതായത് ട്രംപ് നിലവിൽ ഹോർമുസിന്റെ കാര്യത്തിൽ പറയുന്നത് അമേരിക്ക പശ്ചിമേഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്ക് തങ്ങൾ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. അതുവഴി ഗതാഗതം നടത്തുന്ന, അതുവഴി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾ വേണം ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കാൻ എന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്ക പശ്ചിമേഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാതെ ഇപ്പോൾ സൗദി അറേബ്യയും അതുപോലെ റഷ്യയും ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്രൂഡ് ഓയിൽ അമേരിക്കയും അതുപോലെ തന്നെ വെനസ്വേലയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ അമേരിക്കയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാമെന്നും ട്രംപ് തൻ്റെ ഒരു സംസാരത്തിൽ പറയുന്നുണ്ട്. അതായത് പശ്ചിമേഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ സാധിക്കാത്തവർക്ക് വേണമെങ്കിൽ അമേരിക്കയിൽ നിന്ന് വാങ്ങാം എന്നാണ് ട്രംപ് നിലവിൽ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ഇറാനെതിരെയുള്ള തങ്ങളുടെ ഒരു സൈനിക നീക്കത്തിന്റെ ലക്ഷ്യം ഒരിക്കലും ക്രൂഡ് ഓയിൽ അല്ല എന്നും ട്രംപ് പറയുന്നു. ഇത് പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള അമേരിക്കയുടെ ഒരു നീക്കമാണ് എന്നതാണ് ട്രംപിന്റെ ഒരു വാദമെന്ന് പറയുന്നത്. ഇതിൽ ഇറാന്റെ മറുപടിയും നിലവിൽ വന്നിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള
ഇസ്മായിൽ ബഗേയിയാണ് അമേരിക്കയ്ക്ക് മറുപടിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഇറാൻ ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും വച്ചു പൊറുപ്പിക്കില്ല എന്ന് തന്നെയാണ്. അമേരിക്ക എപ്പോഴും ആദ്യം അവർ സംഘർഷത്തിൽ ഏർപ്പെടും, അതിനുശേഷം വെടിനിർത്തൽ പ്രഖ്യാപിക്കും, പിന്നീട് സമാധാന ചർച്ചകൾ ഉണ്ടാകും. എന്നാൽ പിന്നീട് അവർ വീണ്ടും ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഇത്തരമൊരു ചക്രം നിരന്തരമായി അമേരിക്കയുടെ വിഷയത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇസ്മായിൽ ബഗേയി പറയുന്നത്. ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ശക്തമായിട്ടുള്ള തിരിച്ചടികൾ നൽകും, ആക്രമണങ്ങൾ സഹിച്ചു നിൽക്കില്ല എന്ന് തന്നെയാണ് ഇറാന്റെ വിദേശകാര്യ വക്താവും നിലവിൽ പ്രതികരിച്ചിരിക്കുന്നത്. യെസ്, അന്താരാഷ്ട്ര വിപണികളിൽ എന്തായാലും ഈ യുദ്ധത്തിന്റെ പ്രതിഫലനം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഇന്ന് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന സൂചനയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ വിപണികളിൽ വലിയ ഉണർവ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതല്ല സംഭവിച്ചത്. ട്രംപ് പറഞ്ഞത് യുദ്ധം തുടരുമെന്നാണ്. അങ്ങനെ യുദ്ധം തുടർന്നാൽ വെച്ചുപൊറുപ്പിക്കില്ല എന്ന് ഇറാനും പറയുമ്പോൾ വിപണികൾ കുത്തനെ ഇടിയുകയാണ്. ഇന്ന് വിപണികളിൽ വലിയ ഇടിവാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്.